ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് മൈക്രോ ഗ്രീൻസിൻ്റെ ഇപ്പം കുട്ടികളെ എൻ്റെ മക്കളാണ് കേട്ടോ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അവർക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈകളൊക്കെ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ടാണ് ഉലുവയും കടുവൊക്കെ ഞാൻ നടാൻ പറഞ്ഞത്. പക്ഷേ സ്കൂളിൽ നിന്ന് അവരോട് തക്കാളി തൈയും അങ്ങനെ മുളക് തൈ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരങ്ങനെ ചിരട്ടയിലും കുഞ്ഞു ബോൾ ഐസ്ക്രീമിൻ്റെ ഇതിലൊക്കെ അവരങ്ങനെ കുഴിച്ചിട്ടപ്പോൾ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ അതൊക്കെ ഉണ്ടായപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് ശേഷമാണ് നമ്മളും ഇങ്ങനെ കുഴിച്ചിടാനൊക്കെ തുടങ്ങിയത്, വിത്ത് മുളപ്പിക്കാനൊക്കെ തുടങ്ങിയത്. കാരണം നമ്മളിവിടെ ഇപ്പോൾ ഇലക്കറികൾക്കൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നാട്ടിൻപുറമായതുകൊണ്ട് നമുക്ക് ഇലക്കറികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പാവി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരതിങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടായി വന്നപ്പോഴാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. നമുക്കറിയാം വളരെ ഹെൽത്തിയാണ് എന്നൊക്കെ അറിയാം, പക്ഷേ ഇലക്കറികൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാഞ്ഞിന്ന്. അപ്പോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി അതൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായതിന് ശേഷം പിന്നെയും നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ പിന്നെ അടുത്ത ട്രിപ്പായിട്ട് ഞങ്ങൾ ഒന്നും കൂടി വിത്തൊക്കെ പാവുകയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ കുറച്ച് വലിയ ചിരട്ട ആയാലും നമ്മുടെ ഐസ്ക്രീം ബോക്സിൽ വലിയ ഐസ്ക്രീം ബോക്സ് അങ്ങനെ ഡിഷ് അങ്ങനെയൊക്കെ അതിലൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ മണ്ണിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മണ്ണ് തന്നെ വേണമെന്നൊന്നുമില്ല എന്നൊക്കെ നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പറിലും ഒക്കെ നമുക്ക് ഇത് വിത്ത് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ മണ്ണിൽ തന്നെയാണ് ഇടുന്നത്. കാരണം അകത്തേക്കൊന്നും കയറ്റണ്ട, പുറത്ത് തന്നെ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മണ്ണിൽ തന്നെയാണ് കേട്ടോ ഉലുവയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉലുവയും കടുവൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉലുവയും ചെറുപയറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തലേദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. കടുവൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് പാവാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഉലുവയൊക്കെയാണ്. അപ്പോൾ ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഐസ്ക്രീം ബോക്സിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചിരട്ടയിലൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. മക്കൾ ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഏതായാലും ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞാലൊക്കെ ഫ്രീ ആകുന്ന ടൈമിൽ വൈകുന്നേരത്തൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് ഇങ്ങനെ പാവിയതുകൊണ്ട് അവർ അങ്ങോട്ട് വെയിലത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് നല്ല ഇൻട്രസ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് സ്കൂൾക്ക് വേണ്ടിയിട്ട് തക്കാളി തൈയൊക്കെ നടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ പാവിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിലൊരു തൈയെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു പേപ്പർ ഗ്ലാസ്സിൽ പാവി കൊടുത്തപ്പോൾ അതിലൊരു തൈയെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് തൈകൾ ഇങ്ങനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിരട്ടയിൽ തക്കാളീൻ്റെ വിത്ത് പാവി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുഴിച്ചിടാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി തക്കാളിയുടെ വിത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് തൈയും വേണമെന്നുണ്ട്. അപ്പോൾ ഒരു മുളക് എടുത്തതിന് ശേഷം ഞാൻ അതും കൂടി ഒരു ചിരട്ടയിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തൈകൾ ഒരുപാടുണ്ടായാലും നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് നിലത്ത് കുഴിച്ചിടാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തിലേലും ചട്ടിയിലൊക്കെ ആയിട്ട് കുഴിച്ചിടാമല്ലോ. അപ്പം നമ്മൾ ഒരാഴ്ച മുമ്പ് കുഴിച്ചിട്ട മൈക്രോ ഗ്രീൻസൊക്കെ നന്നായിട്ട് തന്നെ വലുതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് തോരൻ വെക്കാനും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പാവുന്ന അന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഡിഷിലാണ് കേട്ടോ ചെറുപയർ പാവിയത്. അപ്പോൾ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയറൊക്കെ. അത് ഞാൻ ഡിഷിൻ്റെ അരഭാഗത്തോളം മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ പാവി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടി വെതറി കൊടുത്തിട്ട് നമുക്ക് അധികം വെയിലൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് കുറച്ചൊക്കെ വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വെക്കാം. ഒരുപാട് വെയിൽ കൊണ്ടാൽ അതൊരു മഞ്ഞ കളറായി പോകും. പിന്നെ വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ദിവസം ഒന്ന് തൂവി കൊടുത്താൽ മതി വെള്ളമൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളി നമ്മളിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉലുവയും കടുകൊന്നും ഉണ്ടാക്കാറില്ലെങ്കിൽ പോലും ഉള്ളിയൊക്കെ അധികം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ഹോളിലൊരു കൊട്ടയിലാക്കി വെക്കുകയാണ്. ഫുള്ളായിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ ചിലപ്പോൾ ചീഞ്ഞൊക്കെ പോവാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പം നല്ല ഹെൽത്തിയായ വേരൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഴിച്ചിട്ട് നോക്കാം. ഇങ്ങനെ കുഴിച്ചിടുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഇതിന് തണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തണ്ടൊക്കെ വേഗം വരും. അധികം വെയിറ്റ് ചെയ്യാൻ ഉള്ളിക്കൊക്കെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ തണ്ട് വരും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാത്തിനും തണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിന് മേലെ വെള്ളം ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ ഡെയിലി
ഈ മണ്ണൊന്ന് നനയാൻ മാത്രത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഉലുവയൊക്കെ പാകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഇലക്കറികൾക്കോ ചീരയായാലും മുരിങ്ങയായാലും ഒന്നും നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത്ര ഒരു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതിനൊക്കെ. ഇപ്പോൾ മക്കളൊക്കെ ഇത് കുഴിച്ചിട്ടപ്പോഴാണ് നമ്മൾ ഇതിക്ക് ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ ഇതവർ കടുക് കുഴിച്ചിട്ട് അത് ഒരു ഐസ്ക്രീം ബോളിൽ ഒരുപാട് വിത്തിട്ടുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല ഫില്ലായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ര ഹെൽത്തി ആയ തണ്ടാവില്ല ഇങ്ങനെ കുഴിച്ചിട്ടാൽ. നല്ല ചെറിയ ചെറിയ തൈകളായിട്ടാണ് വരുന്നത്. കുറച്ച് വലുതിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയ തണ്ടൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ അവർ കുറച്ച് അധികം വിത്ത് ചെറിയ ഇതിൽ ഇട്ടുകൊണ്ട് അത്ര തന്നെ ഹെൽത്തി ആയ തണ്ടായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിയും ഉലുവയൊക്കെ ഒരുപാട് ഇട്ടുകൊണ്ടാണ് ഇത്രക്ക് ഫില്ലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉലുവയും കടുവൊക്കെ നമ്മൾ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് മുളച്ച് വരുന്നുണ്ട്. നമ്മൾ തക്കാളി തൈ ഉണ്ടാക്കിയതായിരുന്നു, അത് ഒന്നുള്ളൂ ഉണ്ടായി വന്നത്. അപ്പോൾ നമ്മൾ പിന്നെയും കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഇതൊക്കെ മഴയോ ഒഴിയിലോ ഒന്നും തട്ടാത്ത, അധികം വെള്ളമൊന്നും തട്ടാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിത്തണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉള്ളിത്തണ്ട് ഞാൻ ഹാങ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ചെറുപയർ നമ്മൾ അത് കുറച്ച് വെയിൽ തട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. മണ്ണും ഒക്കെ ആയതുകൊണ്ട് വലിയ ഡിഷൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അകത്ത് സൗകര്യം ഉണ്ടെങ്കിൽ ബാൽക്കണിയിലൊക്കെ വെക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ മണ്ണ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിനൊക്കെ. അപ്പോൾ നമ്മൾ ഒന്ന് കുഴിച്ചിട്ടതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. അപ്പോൾ നല്ല ഇൻട്രസ്റ്റാണ്. വെയിൽ നല്ല ഉണ്ടെങ്കിൽ അവർ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും. പിന്നെ നനച്ചൊക്കെ കൊടുക്കും, ഡെയിലി നനച്ചൊക്കെ കൊടുക്കും. ദിവസം രാവിലെ പോയി നോക്കുകയൊക്കെ ചെയ്യും എത്രയായി എന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗാർഡൻ ടൂർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാം. ഈ മണി പ്ലാന്റ് പോലത്തെ ചെടികളെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാനൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിലില്ല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഞാൻ ഡീറ്റെയിൽഡായി തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ അവിൽ മിൽക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ 1-2 ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവിലും പഴവും മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർ അത് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതായാലും അവിൽ മിൽക്കൊക്കെ കൊടുത്തിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മണി പ്ലാന്റിൻ്റെ ഇലയെക്കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാവിലാണ് മണി പ്ലാന്റ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കണ്ടിട്ടായിരിക്കണം കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടത്, എന്താ മണി പ്ലാന്റ് തന്നെയാണോ, എന്താ അതിൻ്റെ ഇല ഇത്രയൊക്കെ വലുതായി നിൽക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മണി പ്ലാന്റ് പോലത്തെ വേറെ ചെടികളൊക്കെ ഉണ്ടല്ലോ, അത് ഏത് തരം ചെടിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണി പ്ലാന്റിൻ്റെ ഇല നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലുള്ള മൂച്ചിയിലാണ് കയറ്റിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് തോന്നുന്നു ഒരു 10-16 വർഷമൊക്കെ പഴക്കമുള്ള ഒരു മണി പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും അതിൻ്റെ ഇലക്ക് അത്രയൊക്കെ വലിപ്പമുള്ളത്. അല്ലാതെ വേറെ മണി പ്ലാന്റ് അങ്ങനെ വെറൈറ്റി ടൈപ്പ് മണി പ്ലാന്റ് ഒന്നുമല്ല. നമ്മൾ നോർമലായിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന മണി പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഈ ചെടിയെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഇങ്ങനെ കയറ്റി വിടുന്ന ഒരു ചെടി തന്നെ കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പറയാനാണെങ്കിൽ. അപ്പോൾ മണി പ്ലാന്റിൻ്റെ ഇല ഇത്രയും വലുത് അത് അതിൻ്റെ പഴക്കം കൊണ്ടായിരിക്കും കേട്ടോ. അത് ചെറുതായി അടിയിൽ നിന്ന് വരുമ്പോഴേ ഇതിന് ഇത്ര തന്നെ വലിപ്പം ഉണ്ടാവും. നമ്മുടെ വലിയ ഇലയൊക്കെ ഉണ്ട്, നമ്മൾ വാഴയിലയുടെ പകുതിയോളം വലിപ്പത്തോളം വരുന്ന ഇലകളൊക്കെ ഇതിന് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ അതിന് എടുത്ത് ഹാങ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇല ചെറുത് തന്നെയാണ്, നമ്മുടെ നോർമലായിട്ടുള്ള മണി പ്ലാന്റ് പോലെ തന്നെയാണ്. അല്ലാതെ വെറൈറ്റി മണി പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. അതിൻ്റെ കാലപ്പഴക്കം കൊണ്ടായിരിക്കും അത് അത്രയും വലുതായിട്ട് ഇല നിൽക്കുന്നത്. അപ്പോൾ വേറെ മണി പ്ലാന്റ് പോലത്തെ ചെടികളെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ തന്നെ കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോവും.
അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും കമൻറ്റായി ആഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.